Hi friends, welcome to Time for Greatness. 12 odd habits of highly intelligent people. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പലരെയും കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ടാകും. നമ്മളുടെ ഫ്രണ്ട്സ്, ഫാമിലി, കൊളീഗ്സ് എന്നിങ്ങനെ പലരുമായി നമ്മൾ കൺവെർസേഷൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടാകും. എന്നും ഇവരെല്ലാം കാണുന്നു, ഇവരോട് സംസാരിക്കുന്നു, ഇവരോട് പഴകിയിട്ടിരിക്കും അല്ലേ? ഇങ്ങനെ നിങ്ങൾ കാണുന്ന എല്ലാവരും ഒരേ നോളജും ഒരേ ഇൻ്റലിജൻറ്റും ഉള്ളവരാണോ? ഇങ്ങനെ ചോദിച്ചാൽ അല്ല എന്നായിരിക്കും ഉത്തരം. ഓരോരുത്തരുടെ ഇൻ്റലിജൻസ് വ്യത്യസ്തമായിട്ട് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളുടെ കൂടെ ഇടപഴകുന്ന ആളുകൾ ഒരു ബുദ്ധിശാലിയാണോ അല്ലയോ, ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? മാത്രമല്ല അതൊക്കെ മനസ്സിലായാലല്ലേ അങ്ങനെയുള്ളവരുടെ കൂടെ ഇടപഴകി നമുക്കും ഡിസിപ്ലിൻഡായി മാറാൻ കഴിയൂ. നമ്മളുടെ കൂടെയുള്ള ഒരു സുഹൃത്ത് നമ്മളുടെ ഒരു അളവ് പോലാണെന്നാണ് അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നമ്മൾ അങ്ങനെയുള്ള വർത്തായിട്ടുള്ള ആളുകളുടെ കൂടെയാണോ ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അല്ല എന്നായിരിക്കും ഉത്തരം. നമ്മൾ ഇടപഴകുന്ന ആളുകൾ കുറച്ച് ഇൻ്റലിജൻ്റായ ആൾക്കാരാണോ എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് എപ്പോഴും കഴിയണം. അങ്ങനെയുള്ള ഇൻ്റലിജൻറ്റ് പീപ്പിളിൽ മാത്രം കാണപ്പെടുന്ന ചില ശീലങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതൊക്കെ എനിക്കുണ്ടല്ലോ ഈ ശീലങ്ങൾ, അപ്പം ഞാനും ഒരു ബുദ്ധിശാലിയാണല്ലേ, ഇങ്ങനെ ഒരു സെൽഫ് ടെസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കേട്ടോ. എന്നാൽ ശരി, ആ ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്പർ 1, അൺഅറ്റൈനബിൾ ഗോൾസ്. കുറച്ച് വ്യത്യസ്തനായി മാറണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന എല്ലാവരും തനിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഗോൾ സെറ്റ് ചെയ്യും. പ്രത്യേകിച്ച് ഒരു ഇയർ ആരംഭിക്കുന്ന സമയത്തൊക്കെ ഞാനൊരു ബുക്ക് വായിച്ചു തീർക്കും, ഞാൻ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യും, ഇങ്ങനെ അവനവനോട് തന്നെ ചില പ്രതിജ്ഞയൊക്കെ എടുക്കും. ഇങ്ങനെ എല്ലാവരെയും പോലെ ഒരു ഗോൾ എല്ലാവരും സെറ്റ് ചെയ്യും. അതൊക്കെ അവനവന് ചെയ്യാൻ കഴിയുന്ന ഗോൾ തന്നെ ആയിരിക്കും. എന്നാൽ പോലും ഒരാഴ്ചയിൽ കൂടുതലൊന്നും അതിനുവേണ്ടി പരിശ്രമിക്കാറില്ല പലരും. എന്നാൽ ഹൈലി ഇൻ്റലിജൻറ്റ് പീപ്പിൾ എപ്പോഴും എന്ത് ചെയ്യുന്ന വെച്ചാൽ തന്നെ കൊണ്ട് നേടാൻ കഴിയാത്ത തരത്തിലുള്ള ഗോളുകൾ സെറ്റ് ചെയ്യുകയും അത് നേടുമെന്ന് വാശി പിടിക്കുകയും ചെയ്യും. അവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയാണിത്. അൺഅറ്റൈനബിൾ ഗോളുകൾ പോലും ഞാൻ നേടും എന്നുള്ള ചിന്താഗതി. അറിയാത്ത പല കാര്യങ്ങളും അറിയുവാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ തരയും. ചുരുക്കി പറയുകയാണെങ്കിൽ എല്ലാവരും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കാണിക്കാനുള്ള ഒരു ആർജവം അവരുടെ കയ്യിലുണ്ടാവും. തനിക്ക് ഇന്നില്ലാത്തൊരു കാര്യത്തെ ചേസ് ചെയ്ത് തൻ്റേതാക്കി മാറ്റുന്നത് ഹൈലി ഇൻ്റലിജൻറ്റ് പീപ്പിളിൻ്റെ ഒരു സാധാരണമായിട്ടുള്ള സ്വഭാവമായിരിക്കും. ഇത് പ്രൊഫഷണൽ ലൈഫിൽ മാത്രമല്ല, അവനവൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്കും ഇങ്ങനെയുള്ള ഡിസിഷൻസ് ആയിരിക്കും അവർ എടുക്കുക. നിങ്ങളും ഒരു ഹൈലി ഇൻ്റലിജൻറ്റ് പീപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അറിയാത്ത കാര്യങ്ങൾ അറിയാനും നേടാനാവാത്തത് നേടാനും നിങ്ങൾ ശ്രമിക്കുമെന്നാണ് അർത്ഥം. താൻ നേടിയതിൽ പ്രത്യേകിച്ച് ഇമ്പമൊന്നും ഇല്ലാത്തൊരവസ്ഥയുണ്ടാവും. അത് കാരണമായിരിക്കും ഇക്കൂട്ടർ ഇങ്ങനെ തേടിക്കൊണ്ടേയിരിക്കുന്നത്. അറിഞ്ഞ കാര്യത്തെ, അത് ഹെൽത്തോ റിലേഷൻഷിപ്പോ എന്തുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അതിനെ ഇഗ്നോർ ചെയ്യും ഇവർ. അതായത് ഹൈലി ഇൻ്റലിജൻറ്റ് പീപ്പിൾ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഉള്ളത് കൊണ്ട് ഒതുങ്ങിക്കൂടി ജീവിക്കാതെ ഉള്ളതിനെയൊക്കെ അങ്ങോട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് ഇനി എന്തൊക്കെ നേടണം എന്നുള്ളതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. അടുത്ത നമ്പർ 2, മൈൻഡ്ലെസ് ക്രിയേറ്റിവിറ്റി. നല്ല ഇൻ്റലിജൻ്റായ ആളുകൾ അങ്ങനെയാണ്. അവരെപ്പോഴും നല്ലൊരു ഭാവനയിലായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. എന്നാൽ ആ ഭാവനയൊക്കെ അവരെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നിങ്ങൾക്കറിയുമോ? അവർ നല്ലപോലെ ഡ്രീം ചെയ്യുന്ന ആളായിരിക്കുന്നു. കാരണം അവർ നല്ലപോലെ ഡ്രീം ചെയ്യുന്ന ആളായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഞാനും നല്ലപോലെ ഡ്രീം ചെയ്യാറുണ്ടല്ലോ എന്ന്. അതല്ല ഉദ്ദേശിക്കുന്നത്. അവരുടെ ഡ്രീമിന് നല്ലൊരു പെർഫെക്റ്റ് വിഷൻ ഉണ്ടായിരിക്കും. അവരതിനെ ഫോളോ ചെയ്യുവാൻ കൃത്യമായിട്ടുള്ള പ്ലാനുകളോടെ മുന്നോട്ട് പോകുന്നവരായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. അവർക്ക് ഒരുപാട് ഐഡിയകൾ വന്നുകൊണ്ടിരിക്കും. പക്ഷേ അവരതിൽ നിന്ന് പ്രാക്ടിക്കലായിട്ട് ഏതെങ്കിലും ഒരു ഐഡിയ മാത്രം ഫോളോ ചെയ്ത് അതിൽ വർക്ക് ചെയ്യും. നമ്മൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായിട്ട് നമ്മൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് തീരുമാനിച്ച് അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും നേടാൻ കഴിയൂ. അങ്ങനെ കൃത്യമായിട്ടൊരു പ്ലാറ്റ്ഫോം ശരിയാക്കിയിട്ട് അതിലൂടെ മുന്നേറിയില്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഇന്നലെ ചിന്തിച്ചത് ഇന്ന് തന്നെ മറന്നുപോകും. നമ്മൾക്കൊരു മിനിറ്റിൽ തന്നെ ഒരുപാട് ചിന്തകൾ വരും. ഈ ചിന്തകളിൽ പലതും നമുക്ക് ശരിക്കും ആവശ്യമില്ലാത്തതായിരിക്കും. എന്നാൽ ചില ചിന്തകൾ നമ്മളുടെ ലൈഫിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾക്കൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ഒരു എഴുത്ത് രേഖ ഉണ്ടാക്കുമ്പോഴാണ് ഏതാ പോസിറ്റീവ് ഏതാ നെഗറ്റീവ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുക. പോസിറ്റീവ് തോട്ട്സ് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അതിനെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. ഇങ്ങനെ ചിന്തകളെ ക്ലാസിഫൈ ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് ഇവർ ഹൈലി ഇൻ്റലിജൻറ്റ് പീപ്പിളായി ഇരിക്കുന്നത്. അടുത്തത് നമ്പർ 3, സ്റ്റക്ക് ഓൺ പ്രോബ്ലംസ്. ഏതെങ്കിലുമൊക്കെ പ്രശ്നം നടക്കുമ്പോൾ അതവിടെ നടക്കട്ടെ, ഞാൻ പോകുന്നു എന്ന് പറയാതെ എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ അതിനെങ്ങോട്ട് ശരിയാക്കിയിട്ട് മാത്രമേ ഞാൻ ഇനി മുന്നോട്ട് പോകുള്ളൂ എന്നുള്ള ചിന്താഗതി ഈ ഹൈലി ഇൻ്റലിജൻറ്റ് പീപ്പിൾസിന് ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ആളുകൾ ഒരു കാര്യത്തിൽ തൻ്റെ ടൈം ആൻഡ് എനർജി അത്രയധികം ചിലവാക്കും. അതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നത് വരെ എന്ത് തന്നെ കഠിനമായ സാഹചര്യമായാലും ശരി അതിനെ വിട്ടു പോവുകയില്ല. പല സിറ്റുവേഷനിലും എനിക്ക് ഇനിയും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റ് കൂടെ അവിടെ വെളിപ്പെടുന്നുണ്ടാവും. ഇങ്ങനെയുള്ളൊരു പേഴ്സണാലിറ്റി ഉള്ളത് കാരണത്താൽ ഇവർക്ക് പലരും നേടാത്ത പലതും നേടാനാകും. എന്നാൽ ചില ഘട്ടങ്ങളിൽ ഈ ഒരു സ്വഭാവം ഒരു മോശം സ്വഭാവമായിട്ട് മാറും. അവനവൻ്റെ ലൈഫിനെ വേസ്റ്റാക്കുന്ന ടൈമിനെ വേസ്റ്റാക്കുന്ന ഒരു പരിപാടിയായിട്ട് മാറും. ചില സമയത്ത് വിടേണ്ട കാര്യങ്ങളെ വിടാതെ അതിൽ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു ശീലം ഇവർക്കൊരു ആപത്തായി മാറാറുമുണ്ട്. സാധാരണ ആളുകൾക്ക് ഒരു കാര്യത്തെ അങ്ങോട്ട് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് കുറച്ച് എളുപ്പമായിരിക്കും. പക്ഷേ ഈ ഒരു ഇൻ്റലിജൻറ്റ് പീപ്പിളിന് ഒരു കാര്യം അങ്ങോട്ട് ലെറ്റിംഗ് ഗോ ചെയ്യുന്നത് തീരെ ഇഷ്ടമായിരിക്കില്ല. അതാണ് പ്രശ്നം. അത് കാരണത്താൽ ഇവരങ്ങനെ ഒന്നിൽ പിടിച്ചു തൂങ്ങിയിട്ട് പരിശ്രമിക്കുന്നത് കാരണം പല കാര്യങ്ങളും ഇവർ നേടിയെടുക്കുകയും ചെയ്യും. ഫ്രണ്ട്സ്, നിങ്ങൾക്കെപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ സ്ട്രെസ്സും നെഗറ്റീവ് സിറ്റുവേഷനും വളരെ ആരോഗ്യകരമായ രീതിയിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിയും.
ഇങ്ങനെ ഒരു നല്ല പോസിറ്റീവ് മനോഭാവം വികസിപ്പിച്ചെടുക്കുന്നതിന് നിരവധി മാർഗങ്ങളുണ്ട്. എന്നാൽ അതിനുള്ള എളുപ്പ വഴികൾ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? അതിനുള്ള എളുപ്പ വഴികളാണ് നിങ്ങൾക്ക് ഞാൻ ഈ പരിചയപ്പെടുത്തി തരുന്നത്. ഹൗ ടു ബിൽഡ് ഗുഡ് ആറ്റിറ്റ്യൂഡ് എന്ന മലയാളം ഓഡിയോ നിങ്ങൾ കേൾക്കുക. എവിടെ നിന്ന് കേൾക്കും? കുക്കു FM-ൽ നിന്ന് ഇത് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ കുക്കു FM-ൽ നിന്നാണ് എനിക്കിത് കിട്ടിയത്. കുക്കു FM ഇതുപോലെയുള്ള അനവധി ഓഡിയോ ബുക്ക് സമ്മറീസ് ആൻഡ് ഒറിജിനൽസിന്റെ ഒരു ബൃഹത്തായ പ്ലാറ്റ്ഫോമാണ്. മാത്രമല്ല നമുക്ക് വളരെ ചീപ്പായിട്ടുള്ള ഒരു റേറ്റിൽ കുക്കു FM-ൽ ജോയിൻ ചെയ്യാം. അതാണ് കുക്കു FM-ന്റെ 50% 1 month സബ്സ്ക്രിപ്ഷൻ ഡിസ്കൗണ്ട്. അതായത് വെറും 49 രൂപയ്ക്ക് നിങ്ങൾക്കിപ്പോൾ കുക്കു FM-ന്റെ 1 month ആക്സസ് ലഭിക്കും. പക്ഷെ അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ TGM50 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്തുകൊണ്ട് കുക്കു FM-ന്റെ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് മാത്രം. മെമ്പർഷിപ്പ് എടുക്കാൻ എന്ത് ചെയ്യും? ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും കുക്കു FM-ന്റെ ലിങ്കും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ വിസിറ്റ് ചെയ്ത് നോക്കൂ. അതിനുശേഷം കുക്കു FM-ന്റെ ഒരു 1 month സബ്സ്ക്രിപ്ഷൻ എടുക്കൂ. എന്നിട്ട് തിരിച്ച് വീഡിയോയിലേക്ക് വരും. അടുത്തത് നമ്പർ 4, ഡിസ്ഓർഗനൈസ്ഡ് റൂട്ടീൻസ്. ഒരു വൃത്തിയായിട്ടുള്ള എൻവറോൺമെൻറ്റിൽ ഇരുന്നിട്ട് നല്ലപോലെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രൊഡക്റ്റീവ് ആയിരിക്കും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അതിന് ഒരുപാട് തെളിവുകളുണ്ട് അങ്ങനെ വർക്ക് ചെയ്താൽ പ്രൊഡക്റ്റീവ് ആയിരിക്കും എന്നുള്ളതിന്. എന്നാൽ ഹൈലി ഇൻ്റലിജൻറ്റ് പീപ്പിൾ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ അവരിയ്ക്കുന്ന സ്ഥലം അവർ ശുദ്ധിയായിട്ട് വെക്കുകയില്ല, എല്ലാം അലങ്കോലമായിട്ടും കിടക്കുന്നുണ്ടാവുക. ഇങ്ങനെ ഹൈലി സ്മാർട്ടായിട്ടുള്ള ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥലവും ഓഫീസും അവരുടെ ബെഡ്റൂമും സ്റ്റുഡിയോവും എല്ലാം വളരെയധികം താറുമാറായി കിടക്കുന്നുണ്ടാവും. ഹൈലി ഇൻ്റലിജൻ്റ് ആയ ആളുകൾ തൻ്റെ സ്ഥലമൊക്കെ വളരെ വൃത്തിയായി വെക്കുന്നതാണ് നിങ്ങൾ പൊതുവെ വിചാരിച്ചിട്ടുണ്ടാവുക. എന്നാൽ അങ്ങനെയല്ല കാര്യം. സത്യം എന്താണെന്ന് വെച്ചാൽ ഇൻ്റലിജൻറ്റ് പീപ്പിൾ താമസിക്കുന്ന സ്ഥലം സാധാരണ മനുഷ്യർ താമസിക്കുന്നതിനേക്കാൾ കുപ്പയായിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. ഇങ്ങനെ അവരവർ അങ്ങനെ ഒരു അലങ്കോലമായിട്ടിടുന്ന ഒരു സിറ്റുവേഷൻ എന്തുകൊണ്ടെന്നാൽ അവരതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. മാത്രമല്ല ഒരു സാധാരണ മനുഷ്യനെ അടുക്കും ചിട്ടയുള്ള ഒരു സിറ്റുവേഷനിൽ ഇരുന്നാൽ മാത്രമേ അത്രയും സ്മാർട്ടായി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ ഇവർക്കിതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇവർക്ക് ഈ അലങ്കോലായി കിടക്കുന്നത് ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുന്നുണ്ട് അത്രേ. അങ്ങനെ ഒരു പഠനം പറയുന്നുണ്ട്. ജീവിതത്തിൽ ഒരുപാട് പ്രസക്തമായ കാര്യങ്ങൾ ചിന്തിക്കാനുള്ളപ്പോൾ ഈ ചുറ്റുമുള്ള എൻവിറോൺമെൻറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമായിട്ട് അവർക്ക് തോന്നുന്നേ ഇല്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ നിങ്ങൾ വളരെ കുപ്പ നിറഞ്ഞൊരു സ്ഥലത്ത് ഇരുന്നിട്ട് ഞാൻ വലിയ ബുദ്ധിമാനാണെന്ന് പറയുന്നതും വേണ്ട. ഒരുപക്ഷെ അത് മടിയുടെ ലക്ഷണവും ആവാം കേട്ടോ. എന്നാൽ നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളിൽ മുഴുകിപ്പിക്കുന്നുണ്ട്. അത് കാരണത്താൽ നിങ്ങൾക്ക് ഇവിടെ ക്ലീൻ ചെയ്യാനൊന്നും സമയമില്ല എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങളൊരു ഇൻ്റലിജൻറ്റ് പീപ്പിളാണ്. അടുത്ത നമ്പർ 5, സ്റ്റാർട്ടിങ് ഇൻ ടു സ്പേസ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആരെങ്കിലും പകൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇരിക്കാറുണ്ടോ? ഈ ഇൻ്റലിജൻറ്റ് പീപ്പിൾ മിക്കവാറും സമയത്തും ഇങ്ങനെ ഒരു ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരിക്കാറുണ്ട്. അതായത് ഏതോ ഒരു ലോകത്തിൽ മുഴുകിപ്പോയൊരവസ്ഥ. ഇത് ഇൻ്റലിജൻറ്റ് പീപ്പിളുടെ ലക്ഷണമാണ്. അവരിങ്ങനെ അന്തം വിട്ടിരിക്കുന്ന പോലെ ഉണ്ടാവും, എവിടേക്കോ നോക്കിയിരിക്കുന്നത് പോലെ. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഇയാൾക്ക് എന്താ ഈ സമയം കളയൽ തന്നെയാണോ പണി എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ അവർ ശരിക്കും എന്തോ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്, സൊല്യൂഷൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ എല്ലാവരും രാവിലെ നല്ല ചൂടുള്ള വെള്ളത്തിൽ കുളിക്കണം എന്നൊക്കെയാണ് വിചാരിക്കാറുള്ളത്. എന്നാൽ ഇൻ്റലിജൻറ്റ് പീപ്പിൾ എപ്പോഴും തണുത്ത വെള്ളത്തിൽ കുളിക്കാനാണ് ഇഷ്ടപ്പെടുക. ഇങ്ങനെ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ഒരുപാട് ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. തണുത്ത വെള്ളത്തിൽ കുളിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിന് ഒരുപാട് ട്രിഗർ കിട്ടുന്നുണ്ട്, നല്ലപോലെ എനർജറ്റിക് ആയിട്ടിരിക്കും. ഒരു തണുത്ത വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് തട്ടുമ്പോൾ ഒരു കറണ്ട് ഷോക്ക് പോലെയാണ് നമ്മുടെ ശരീരം അതിനോട് പ്രതികരിക്കുന്നത്. ഇത് നല്ലൊരു ഉന്മേഷം നൽകുന്നത് മാത്രമല്ല നമ്മുടെ തലച്ചോറിനും ചിന്തകൾക്കൊക്കെ നല്ലൊരു ഉന്മേഷം കൊടുക്കുന്നുണ്ട്. ഒരുപാട് സ്മാർട്ടായിട്ടുള്ള ആളുകൾ ഇത് പറയാറുണ്ട്, തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതുകൊണ്ടാണ് ഞാൻ സ്മാർട്ടായിരിക്കുന്നത് എന്ന്. അതുകൊണ്ട് നിങ്ങൾ ഇനി തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നൊരു ശീലം ഉണ്ടാക്കുമെങ്കിൽ ഇതിൻ്റെ ബെനിഫിറ്റൊക്കെ കിട്ടും. അടുത്ത നമ്പർ 7, ലവ്ലി ഡിബേറ്റ്സ്. ഹൈലി ഇൻ്റലിജൻ്റ് ആയ ആളുകൾ എപ്പോഴും ഡിബേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. തൻ്റെ ഭാഗം ശരിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടല്ല ഈ ഡിബേറ്റിൽ നിന്ന് ഇറങ്ങുന്നത്. എൻ്റെ എതിരാളിയായിട്ടുള്ള വ്യക്തിയിൽ നിന്നും എത്രയധികം അറിവ് ശേഖരിക്കാൻ പറ്റും എന്നുള്ളത് അറിയാനാണ് അവർ വിവാദങ്ങളിൽ ഏർപ്പെടുന്നത്. അതുകൊണ്ട് ഈ ആളുകൾ എപ്പോഴും ഒരു സൈഡല്ല 2 സൈഡും ചിന്തിച്ചുകൊണ്ട് ആർഗ്യുമെൻറ്റ്സ് നടത്തിക്കൊണ്ടിരിക്കും. അവർ ഒരു സൈഡ് മാത്രം എപ്പോഴും ചിന്തിക്കുകയില്ല, 2 സൈഡും ചിന്തിക്കും. എന്നാൽ വിവാദങ്ങൾ അവർ വളരെയധികം ഇഷ്ടപ്പെടും. അതായത് വാഗ്വാദങ്ങൾ, മറ്റുള്ളവരോടൊപ്പം അങ്ങനെ ചലഞ്ച് ചെയ്യുക, വാഗ്വാദങ്ങൾ ചെയ്യുക, ഇതൊക്കെ ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുടെ ലക്ഷണമാണെന്നാണ് പറയപ്പെടുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ആളുകളുടെ കൂടെ തർക്കിക്കാൻ പോകുന്നതുകൊണ്ട് നിങ്ങളൊരു ബുദ്ധിമാനാണെന്നൊന്നും വിചാരിക്കേണ്ട. മറ്റുള്ളവരിൽ നിന്ന് അറിവ് ശേഖരിക്കുവാൻ വേണ്ടി, മറ്റുള്ളവരുടെ സൈഡും കൂടെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻ്റലിജൻറ്റ് പീപ്പിൾ എപ്പോഴും ഇത്തരത്തിലുള്ള വാഗ്വാദങ്ങളിൽ ഏർപ്പെടുന്നത് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിച്ചോളൂ. അടുത്ത നമ്പർ 8, സെഡൻറ്ററി ഹാബിറ്റ്സ്. നിങ്ങൾ വിചാരിക്കും ഈ ബുദ്ധിമാന്മാരെല്ലാവരും നല്ല വ്യായാമം ചെയ്യുന്ന ആക്റ്റീവായിരിക്കുന്ന ആൾക്കാരായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? എന്നാൽ ഹൈലി ഇൻ്റലിജൻറ്റ് പീപ്പിൾ എപ്പോഴും സെഡൻറ്ററി ആയിരിക്കും. അവരെവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും, അവരധികം ആക്റ്റീവായിരിക്കില്ല. അതായത് പുറമേ നോക്കുന്നവർക്ക് അവർ അധികം ആക്റ്റീവ് അല്ലാന്ന് തോന്നിക്കൊണ്ടേയിരിക്കും. അതായത് അങ്ങനെയുള്ള ജോലികൾ തന്നെയുണ്ട്. ഒരുപാട് സമയം ഇരുന്ന് ചെയ്യേണ്ട ജോലികളുണ്ടാവും, ക്രിയേറ്റീവ് ഇന്നോവേറ്റീവ് ജോലികൾ. അതൊക്കെ അങ്ങനെ ഇരുന്ന് ചെയ്യേണ്ടതായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ അങ്ങനെയുള്ളൊരു ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധപൂർവ്വം അങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം. പക്ഷേ ഈ ഹൈലി ഇൻ്റലിജൻറ്റ് പീപ്പിളിന് അതാണ് ഇഷ്ടം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അതായത് എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടപ്പെട്ട് ചെയ്യും അവർ, അതിൽ നിന്ന് എണീക്കുകയില്ല, ഭക്ഷണം കഴിക്കാൻ പോലും വിളിച്ചാൽ എണീക്കില്ല, അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. അടുത്ത നമ്പർ 9, അൺറിയലിസ്റ്റിക് പ്രിപ്പറേഷൻസ്. ബുദ്ധിമാന്മാരെല്ലാവരും അവർ ചെയ്യാൻ പോകുന്ന കാര്യത്തിൻ്റെ മേൽ ഒരുപാട് പ്രിപ്പറേഷൻ ചെയ്യുന്നവരായിരിക്കും. അവരെന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, ചെയ്യാൻ പ്ലാനിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഒരുപാട് വർക്ക് ചെയ്യും, റിസർച്ച് ചെയ്യും, എന്നിട്ട് മാത്രമേ അവരതിന് മുന്നിട്ടിറങ്ങൂ. ഉദാഹരണത്തിന് ഒരു ഇൻ്റലിജൻ്റായ ആൾക്ക് ഡാൻസ് പഠിക്കണമെന്ന് ആഗ്രഹം വന്നു എന്നിരിക്കട്ടെ.
ചില ആളുകൾ ഇങ്ങനെയാണ്, ഡാൻസ് കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും, അത് കാരണം സ്റ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ കയറി എന്തെങ്കിലുമൊക്കെ കളിക്കും. ഇത് കാണുന്നവർക്ക് ഇഷ്ടപ്പെടുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കും. എന്നാൽ ഇൻ്റലിജൻറ്റ് പീപ്പിൾ അങ്ങനെ ആയിരിക്കില്ല. ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾ ഡാൻസ് കളിക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ സ്റ്റേജിലേക്കൊന്നും കയറില്ല. ഡാൻസിനെ കുറിച്ച് ആദ്യം അന്വേഷിക്കും, പഠിക്കും, റിസർച്ച് ചെയ്യും, പ്രാക്ടീസ് ചെയ്യും, ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യും. എന്നിട്ടൊക്കെ തന്നെ പെർഫെക്ഷൻ ഉണ്ടാക്കിയിട്ടേ അത് ചെയ്യുള്ളൂ. മാത്രമല്ല, ഒരു ഗ്രൂപ്പ് ഡാൻസ് ചെയ്യാനൊന്നും ഇൻ്റലിജൻറ്റ് പീപ്പിൾ ഇഷ്ടപ്പെടില്ല. ഒറ്റയ്ക്ക് പെർഫോം ചെയ്യാനാണ് ഇഷ്ടപ്പെടുക. ഇനി ഒരു ഗ്രൂപ്പിൽ കളിക്കുകയാണെങ്കിൽ എന്നെ ശ്രദ്ധിക്കണം എന്ന് അവർ ചിന്തിക്കും. അതുകൊണ്ട് അത്രയും പെർഫെക്ഷൻ ഉണ്ടാക്കും. എന്തുകൊണ്ടെന്നാൽ താൻ ചെയ്യുന്നതെല്ലാം ഹൈ ലെവൽ പെർഫോമൻസ് ആയിരിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് എപ്പോഴും എഫർട്ട് ചെയ്തുകൊണ്ടിരിക്കുക അവർ. ഒരു ഹോബി ആണെങ്കിൽ പോലും അതിൽ നല്ല ശ്രദ്ധ കൊടുത്തിട്ട് ചെയ്യും. അത് റിലേഷൻഷിപ്പോ ഹാബിറ്റോ അങ്ങനെയുള്ള എന്ത് കാര്യം ഡെവലപ്പ് ചെയ്യുമ്പോഴും അതിനുവേണ്ടി ഒരുപാട് ആത്മാർത്ഥമായിട്ട് ഇരുന്നുകൊണ്ടായിരിക്കും അവർ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. അത്രയധികം സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാൻ അവർ ഇഷ്ടപ്പെടുന്നത് കാരണം അത്രയും പ്രിപ്പറേഷൻ ചെയ്തിട്ടേ അവരതിലേക്ക് ഇറങ്ങുള്ളൂ. അല്ലാത്ത റിസ്ക്കുകളൊന്നും അവർ ഏറ്റെടുക്കുകയില്ല. അടുത്ത നമ്പർ 10, ക്രിയേറ്റിംഗ് പ്രോബ്ലംസ്. ഇൻ്റലിജൻറ്റ് പീപ്പിൾ ശരിക്കും പറഞ്ഞാൽ പ്രശ്നങ്ങളെ വേഗം ഹാൻഡിൽ ചെയ്യുന്ന ആളുകളായിരിക്കും. എന്നാൽ ഇവർക്കൊരു സ്വഭാവം കൂടെ ഉണ്ട്, ഇല്ലാത്തൊരു പ്രശ്നത്തെ ഇവർ ഉണ്ടാക്കുകയും ചെയ്യും. ഒരു സ്മാർട്ടായ ആൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യരുത് എന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ പറഞ്ഞാൽ വ്യക്തമാകും. പക്ഷേ അങ്ങനെയല്ല ഒരു ഇൻ്റലിജൻറ്റ് പീപ്പിൾ. അവർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു കാരണം പറഞ്ഞു കൊടുത്താൽ അതിൽ നിന്ന് വീണ്ടും അവരൊരു 10 കാര്യങ്ങൾ ഉണ്ടാക്കും, 10 കാരണങ്ങൾ ഉണ്ടാക്കും, 10 ചോദ്യങ്ങൾ ചോദിക്കും. അതായത് ഒരു കാര്യത്തെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന ഒരു ശീലം ഉണ്ടാവും. അത് കാരണം ഒരുപാട് ടൈം വേസ്റ്റ് ആകുന്ന സ്വഭാവം ഈ കൂട്ടർക്ക് ഉണ്ടാവും. ചില സമയത്ത് ഇത് വലിയ ഡിസ്ട്രാക്ഷനായിട്ട് മാറും, മറ്റുള്ളവർക്ക് പോലും ഇഷ്ടപ്പെടാത്തൊരു രീതിയായിട്ട് മാറും. അതുകൊണ്ട് നമ്മളൊരു ഹൈലി ഇൻ്റലിജൻറ്റ് പീപ്പിളായിരിക്കുമ്പോൾ ഇങ്ങനെ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന സ്വഭാവം കൂടെ ഉണ്ടാകുന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. അടുത്ത നമ്പർ 11, റിപ്പീറ്റേറ്റീവ് ഫെയിലിയേഴ്സ്. അതായത് ഹൈലി ഇൻ്റലിജൻറ്റ് പീപ്പിൾ വീണ്ടും വീണ്ടും തോറ്റുകൊണ്ടേയിരിക്കും, എന്നാലും അത് വിട്ടിട്ട് പോകില്ല. എത്ര തവണ തോറ്റാലും ശരി, അവൻ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഇതിലെനിക്ക് ജയിക്കണമെന്ന് തീരുമാനിച്ചാൽ പിന്നെ ജയിക്കണം, അതായിരിക്കും അവരുടെ ശീലം. അതുകൊണ്ട് ഇടയിൽ വെച്ച് ഉപേക്ഷിച്ച് പോകുക എന്ന് പറഞ്ഞൊരു പരിപാടി അവർക്കുണ്ടാവില്ല. ഒരു കാര്യം തോറ്റാലും ശരി, വീണ്ടും അത് ചെയ്ത് നല്ലൊരു റിസൾട്ട് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യണം എന്നുള്ളൊരു തിങ്കിങ് അവർക്കുണ്ടായിരിക്കും. അവരെന്താണോ ചെയ്യുമ്പോൾ സക്സസ് ആവുന്നത് അതിലേക്ക് ഫോക്കസ്ഡ് ആയിരിക്കും. അവരുടെ ഉള്ളിൽ എന്താണോ പറയുന്നത് അത് മാത്രമേ അവർ ഫോളോ ചെയ്യുകയുള്ളൂ. വേറെയുള്ളവരുടെ വാക്കുകളൊന്നും അത്രയധികം അനുസരിക്കില്ല. അവരുടെ ശക്തി എന്താണ്, ദൗർബല്യം എന്താണെന്നൊക്കെ അവർക്ക് നല്ലപോലെ അറിയുന്നുണ്ടായിരിക്കും. ചില സമയത്ത് അവരുടെ ഉള്ളിൽ എന്താണോ തോന്നുന്നത് അത് മാത്രമേ ഫോളോ ചെയ്യും, മറ്റുള്ളവരുടെ വാക്കുകളെ വിലവെക്കുകയില്ല. ഇത് കാരണത്താൽ ചില ഘട്ടങ്ങളിൽ ഇവർ തോറ്റുപോകാൻ വരെ സാധ്യതയുണ്ട്. എന്നാലും അവർ ആ സ്വഭാവം മാറ്റില്ല. അവർ സ്വയം പഠിച്ചെടുക്കാൻ തയ്യാറായിരിക്കും, മറ്റുള്ളവരോട് ചോദിച്ച് പഠിക്കാനൊക്കെ തയ്യാറായിരിക്കും. പക്ഷെ അവർ ഒരിക്കലും ഉപദേശങ്ങൾ അത്ര പെട്ടെന്ന് സ്വീകരിക്കില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഒരേ കാര്യം ഒരുപാട് കാലം ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതിലും അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുവാൻ മനസ്സില്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ഇൻ്റലിജൻ്റ് ആയിരുന്നാലും അത് നിങ്ങളുടെ ജീവിതത്തിന് തന്നെ ബുദ്ധിമുട്ടാവില്ലേ. അടുത്ത നമ്പർ 12, സെൽഫ് കോൺവെർസേഷൻ. ഈ ഹൈലി ഇൻ്റലിജൻ്റായ ആളുകൾ അവനവനോട് സംസാരിക്കുന്ന ശീലം കൂടുതലുള്ളവരായിരിക്കും. അവനവനോട് സംസാരിക്കുന്ന ആളുകളെ ഭ്രാന്തൻ എന്നൊക്കെ ചിലപ്പോൾ മറ്റുള്ളവർ വിളിക്കാറുണ്ടല്ലേ. എന്നാൽ ഇത് അങ്ങനെയൊന്നും അല്ല ഇവരുടെ കാര്യം. അവനവനോട് സംസാരിക്കുന്നത് തൻ്റെ മൈൻഡിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഈ ഹൈലി ഇൻ്റലിജൻറ്റ് പീപ്പിൾ വിശ്വസിക്കുന്നത്. അവനവനെക്കുറിച്ച് പാട്ടുകൾ പാടും, അവനവനെക്കുറിച്ച് ചിന്തിക്കും, സംസാരിക്കും, കണ്ണാടിയുടെ മുന്നിൽ ചുറ്റിപ്പറ്റിക്കൊണ്ടിരിക്കും. അവരുടെ ബ്രെയിനകത്ത് ആ സമയത്ത് ഒരുപാട് ഐഡിയാസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അവർ ആ സമയത്ത് ആരും അടുത്തേക്ക് വരുന്നത് പോലും ഇഷ്ടപ്പെടില്ല. നിങ്ങളൊരു ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ കണ്ണാടിയുടെ മുന്നിൽ ടൈം സ്പെൻഡ് ചെയ്യുക. അത് നിങ്ങളുടെ സൗന്ദര്യം നോക്കാനല്ല, വേറെന്തോ കാരണത്തിന് സ്പെൻഡ് ചെയ്യുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ കൂടുതൽ സ്മാർട്ടാക്കി നിലനിർത്തുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയുകയും ചെയ്യും. ഈ വീഡിയോയിൽ പറഞ്ഞ ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഇടപഴകുന്ന ആർക്കെങ്കിലും ഉണ്ടായിരിക്കും. ഈ ഹാബിറ്റുകളിൽ കൂടുതലും ഉള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരൊരു ഇൻ്റലിജൻറ്റ് പീപ്പിൾ ആണെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.